ശ്രീ ടി കെ രാജ്മോഹൻ, വിജയ് സാഖറയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ SIT രൂപീകരിച്ചാണ് ഈ ഡൽഹി സ്ഫോടനത്തിൽ അന്വേഷണം നടക്കുന്നത്. താങ്കൾക്ക് ഒരുപക്ഷെ വ്യക്തിപരമായി കൂടി പരിചയമുള്ള വ്യക്തിയായിരിക്കും. കേരള കേഡർ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അപ്പോൾ ഇത് വളരെ വലിയ ഒരു മൊഡ്യൂളാണെന്നും വലിയ ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്നുമാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവരുടെ അടിവേരറുക്കുന്ന തരത്തിലുള്ള അന്വേഷണം ആവശ്യമാണ്. അതിന് ഈ 10 അംഗ സംഘം പര്യാപ്തമാണോ? താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള ടെററിസ്റ്റ് കേസുകൾ അന്വേഷിക്കേണ്ട സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് NIA. അപ്പൊ NIA ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ റെഡിയാക്കിയിരിക്കുകയാണ്. അതിൽ ADGP വിജയ് സാഖറെയാണ് അതിന് ലീഡ് ചെയ്യുന്നതാണ് ന്യൂസ് കൊണ്ട് മനസ്സിലാകുന്നത്. ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കിട്ടുന്ന ഇൻപുട്സ്. നമുക്ക് കിട്ടുന്ന പല വിവരങ്ങൾ വെച്ച് വളരെ ഡീപ്പായി ഇൻവെസ്റ്റിഗേഷൻ പോകുന്നത്. ഇപ്പം പല ഇൻപുട്ടും വരുന്നതിൽ ഈ ഇത് ചെയ്തു എന്ന് പറയുന്ന ഡോക്ടർ 10 മിനിറ്റ് ഒരു പള്ളിയിൽ പോയിരുന്നു എന്ന് അവിടെ നമാസ് കണ്ടക്ട് ചെയ്യുന്നൊക്കെ ഇൻഫർമേഷൻ പുറത്തു വരുന്നത്. അപ്പൊ പല ഇൻഫർമേഷൻ വരികയാണ്. ഈവൻ ടർക്കി കണക്ഷൻ പറയാണ്. അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ വരികയാണ്. കൂടാതെ December 6 ആനിവേഴ്സറിക്കാണ് അവര് ട്രൈ ചെയ്തെന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്. അങ്ങനെ പല ഇൻപുട്സും പല സ്ഥലത്തും വരുന്നുണ്ട്. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ വളരെ ഡീപ്പായിട്ടാണ് പോകുന്നത്. അപ്പൊ ഡീപ്പായി പോകുന്ന ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ഇപ്പോഴൊരു അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. കാരണം ഒരു അന്വേഷണ ഏജൻസിക്ക് അതിന്റെ സാവകാശം കൊടുക്കണം. പക്ഷെ ഇൻപുട്സ് പലതും കിട്ടുമ്പോൾ നമ്മൾ ഈ പബ്ലിക് ഡൊമൈനിൽ ചർച്ച ചെയ്യും സ്വാഭാവികമായിട്ടും. അത് ചർച്ച ചെയ്യണം. എന്നാലും മാത്രമേ ജനങ്ങൾ അതിനെപ്പറ്റി ബോധവാന്മാരാകും. പിന്നെ ഇതില് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഇൻപുട്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് അത് ഫർദർ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള ഓൾറെഡി കളക്റ്റഡ് എവിഡൻസ്, ഇനി കളക്ട് ചെയ്യാനുള്ള എവിഡൻസ്, ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് വേണം ഇൻവെസ്റ്റിഗേഷൻ ഒരു പ്രോപ്പർ ലൈനിൽ ക്രോഡീകരിച്ചെടുക്കാൻ. അപ്പൊ അത്തരത്തിൽ ഈ NIA സ്പെഷ്യൽ ഏജൻസി ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അപ്പൊ ഒരുപാട് ഇൻപുട്സ് വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഈ പറയുന്ന ഈ അക്യൂസ്ഡ് ഡോക്ടർ നബീൽ മുഹമ്മദ് ഈ ഡോക്ടർ ഈ നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന ഡോക്ടർ, ആ ഡോക്ടർ 10 മിനിറ്റ് സംഭവത്തിന് ഒരു 2-3 മണിക്കൂർ മുമ്പ് അയാൾ നമാസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ആരോ മീറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഇൻപുട്ട്. ആ ഇൻപുട്ടിന് ഫർദറായി ഡെവലപ്പ് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ അതുപോലെ ഈ അറസ്റ്റ് ചെയ്ത ഡോക്ടർ താഹിർ ഡോക്ടർ അവരുടെ ഒരുപാട് ചാറ്റ് പരിശോധിച്ചപ്പോഴും ഒരുപാട് ഇൻഫർമേഷൻ അന്വേഷണ ഏജൻസിക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പല സോഴ്സിലും പല ഇൻഫർമേഷൻസും വരുന്നുണ്ട്. അപ്പൊ ഈ ഇൻഫർമേഷനൊക്കെ ക്രോഡീകരിച്ച് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അത് നമ്മൾ ഒരു പബ്ലിക് ഡൊമൈനിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്തൊക്കെ കിട്ടിയെന്നുള്ളത്. പക്ഷെ അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നും അതിൽ പ്രതികളുടെ എത്തിച്ചേരുന്നുണ്ടോ, എല്ലാവരെയും നിയമത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ, ഇതിൽ പ്രോപ്പറായ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ വാച്ച് ഡോക്കായി ചെയ്താൽ മതി. അതല്ലാതെ ഇതിൽ പൊളിറ്റിക്കൽ അടി നടക്കുന്നത് ശരിയല്ല. ഇതുപോലെ ടെററിസ്റ്റ് കേസുകളിൽ ഒരു പൊളിറ്റിക്സ് അടി നടക്കുന്നത് ശരിയല്ല. അത് BJP ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, അല്ലെങ്കിൽ NDA ആയാലും ശരി, ഇന്ത്യ സഖ്യ ആയാലും ശരി, അതൊരിക്കലും അതിന്റെ ആവശ്യമില്ല. കാരണം ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ മെനൈസ്. അത് ഒരു നമുക്കൊരു ശാപാണിത്. അതായത് UPA ഭരിക്കുമ്പോൾ BJP-ക്കാര് പറയും ഇത് ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ പ്രശ്നമാണെന്ന്. അതുപോലെ തന്നെ ഇപ്പോഴേ BJP ഭരിക്കുന്നു, അപ്പം കോൺഗ്രസും അതിന്റെ അലീസും പറയാണ് ഇങ്ങനെ. ഇതൊരു ശാപാണ്. അത് നമ്മുടെ ചില സമയങ്ങളിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ട്രൂ സ്പിരിറ്റ്, നാഷണൽ സ്പിരിറ്റ്. അതായത് നമ്മൾ രാജ്യമുണ്ടെങ്കിലേ നമുക്ക് ഈ മുന്നോട്ട് പോകാൻ പറ്റൂ. ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ചുമര് നമ്മൾ ആ ഒരു രാജ്യത്തിന്റെ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് മുന്നോട്ട് തരണം. ഇങ്ങനെയുള്ള ടെററിസ്റ്റ് അറ്റാക്ക് സമയത്ത് അതിനൊരു സാവകാശം കൊടുത്തതിന് ശേഷം അതിൽ നമുക്ക് അനലൈസ് ചെയ്യാം. അതിൽ വീഴ്ചകൾ ഒരുപാടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം എല്ലാ കാലത്തും ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഈ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസിക്കും എല്ലാവർക്കും വീഴ്ചകൾ പല സമയത്തും പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് BJP കാലത്ത് ഉണ്ടാവില്ല എന്നും കോൺഗ്രസിന്റെ കാലത്ത് ഉണ്ടാവുന്നൊക്കെ ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു നെറേറ്റീവേ ശരിയല്ല. കാരണം എല്ലാ സമയത്തും ഈ പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ മാത്രം ആൾക്കാരല്ല. ഞങ്ങൾ ഭരിക്കുമ്പോൾ, അതായത് ഞങ്ങൾ ഭരിക്കുമ്പോഴും ഓക്കെയാണ്, ഞങ്ങൾ എല്ലാ ഇന്റലിജൻസ് കളക്ട് ചെയ്യും. മറ്റു സമയത്ത് അതല്ല. അറ്റ്ലീസ്റ്റ് ടെററിസ്റ്റ് കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ നാഷണൽ സെക്യൂരിറ്റിയെ ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള കേസുകൾ നമ്മുടെ എനിമീസ് വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്ത് നമ്മൾ ഒരു വൾണറബിൾ പൊസിഷനിൽ നിൽക്കുമ്പോൾ ദയവ് ചെയ്ത് നമ്മൾ ഇത്തരത്തിൽ നിങ്ങളുടെ കാലത്ത് 10 ആയിരുന്നു, ഞങ്ങളുടെ കാലത്ത് 15 ആയിരുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ബാലിസമാണ്.
അത് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണ ഏജൻസിക്ക് സാവകാശം കൊടുക്കണം. ആ സാവകാശം കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞും അതിൽ വല്ല വീഴ്ചകളും പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് അന്നേരം നമ്മൾ അതിനെ നമ്മൾ ഒരു ആ ലെവലിൽ ക്രിട്ടിസൈസ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. പിന്നെ ഭരണകക്ഷി എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് ഒരു മോറൽ ബൂസ്റ്റ് അന്വേഷണ ഏജൻസി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഭരണകക്ഷിക്കുണ്ട്. അതേസമയം വല്ല വീഴ്ചകളുണ്ടെങ്കിൽ അത് വിമർശിക്കേണ്ട ഉത്തരവാദിത്വം ഓപ്പോസിഷനുണ്ട് ഓഫ് കോഴ്സ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ ടെറർ റിലേറ്റഡ് കേസസിൽ വരുമ്പോൾ രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന നമ്മുടെ ശത്രുക്കൾ നമ്മളെ മേൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി സംയമനം എല്ലാ പാർട്ടിക്കാരും പാലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഞാൻ താങ്കളിലേക്ക് വീണ്ടും തിരിച്ചെത്താം. ദയവായി തുടരണം.